നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇന്നെന്താ ചട്നി ഇല്ലാത്ത? എന്താ ഇല്ലാത്തേന്ന്? മിക്സി കേടായി. ഈ ഇടയില് പുതിയത് വാങ്ങിയത്? കുറഞ്ഞ വിലക്ക് വാങ്ങുന്നതൊക്കെ വേഗം കേടാകും കുഞ്ഞേ. അതിന് ഗ്യാരണ്ടി ഉള്ളതാ. കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് വലിയേട്ടന് തരാൻ. ആ കമ്പനി ഇപ്പോഴും ഉണ്ടെങ്കിൽ മാറ്റി കിട്ടും. നല്ലൊരു കാര്യത്തിന് പോകാനുള്ളതാ. വെറുതെ ഇവരെ വഴക്കിട്ടിട്ട് പോണ്ട. പെട്ടെന്നുള്ള ഈ ശാന്തത എന്തിന്റെ തുടക്കാണാവോ? ഞാനും ഇപ്പൊ അതാലോചിച്ചത്. വിശ്വസിക്കാൻ കഴിയുന്നില്ല. കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്ക്. ഇഡലി സാമ്പാർ കോമ്പിനേഷനും കൊള്ളാം. ചട്നി ഇല്ലെന്ന് പറഞ്ഞപ്പോ ഒരു ഭൂകമ്പം ഉണ്ടാവുമെന്ന് കരുതിയ അടുക്കളയിൽ ഞാൻ നിന്നു. രാജശേഖര, എനിക്കും അത്ഭുതം. ഇത് ഹരികൃഷ്ണൻ തന്നെയാണോ? ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരില്ലേ വലിയേട്ടാ? ആ വരും. വരാതെ പിന്നെ? ശരി വലിയേട്ടാ. ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇതെന്തോ വലിയ സംഭവത്തിന്റെ തുടക്ക. കസവുമുണ്ട്, സിൽക്ക് ജുബ, ശാന്തഭാവം. ഇന്ന് സൂര്യാസ്തമയത്തിന് മുമ്പ് ചിലതൊക്കെ നടക്കും. ഇവന്റെ ഒരു കാര്യം ഒരാളെ നന്നാവാനും സമ്മതിക്കില്ലല്ലേ? അതാ ഇപ്പൊ നന്നായത്. ഞാൻ സമ്മതിച്ചിട്ട് വേണോ ചേട്ടൻ നന്നാവാൻ? അയ്യോ അവിയൽ ഫ്ലാറ്റിലേക്ക് മണി വെള്ളം കൊണ്ട് പോയിട്ടില്ലേ? ആ ഉണ്ടച്ചാ. അല്ല, ആ ലോഡിന്റെ കാര്യം എന്താന്ന് പറഞ്ഞില്ലല്ലോ. അതിപ്പോ വരും. അവരിപ്പോ വിളിച്ചിരുന്നു. ഇപ്പൊ വരും. മുസ്തഫേ വാ. എന്താ മുസ്തഫ, സുഖല്ലേ? അങ്ങനെ അങ്ങ് പോകുന്നു. മോളെ സുഖല്ലേ? സുഖായിരിക്കുന്നെങ്കിൽ എന്റെ ആ കടമുറി അന്വേഷിച്ചേ 1-2 പേര് വന്നിരുന്നു. നിങ്ങൾക്കത് താല്പര്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്തായി തീരുമാനം? അത് ഞങ്ങൾ തന്നെ എടുത്തോളാം. ഓ, അത് നന്നായി. അങ്കിൾ ഒരു 10 ദിവസത്തെ സമയം തരണം, ഫണ്ട് ശരിയാക്കാനാ. അങ്കിളിന് വേണമെങ്കിൽ ഒരു ടോക്കൺ അഡ്വാൻസ്. ഏയ്, അതൊന്നും വേണ്ട മോളെ. സമയമാകുമ്പോ പറ, ബാക്കിയൊക്കെ ഞാൻ ശരിയാക്കാം. താങ്ക്സ് അങ്കിൾ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. മോളെ, ഈ വാട്ടർ ക്യാൻ കച്ചവടം നന്നായിട്ട് പോകുന്നുണ്ടല്ലോ. പിന്നെന്തിനാ ഈ ലോണൊക്കെ എടുത്ത് പുതിയൊരു സംരംഭം? എപ്പോഴും പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് അച്ഛൻ തന്നെ എന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. അതെ, ഓരോ കാലടിയും മുന്നോട്ട് വെക്കുമ്പോഴേ നടക്കാൻ കഴിയൂന്ന് അച്ഛനാണ് പറഞ്ഞു തന്നത്. അച്ഛാ, എത്ര കാലം എന്ന് വെച്ചാ ഈ കൈവേദനയും തോളുവേദനയും വെച്ച് ഈ കച്ചവടം തുടർന്നുകൊണ്ടുപോവുക? എന്നാലും മോളെ, അത് ഞാൻ പഠിച്ചൊരു ഗോൾഡ് മെഡൽ ഒക്കെ വാങ്ങണമെന്നുള്ളത് അച്ഛന്റെ സ്വപ്നമായിരുന്നില്ലേ? അതുപോലെ ഇതാണ് എന്റെ സ്വപ്നം. ഒരു സൂപ്പർ മാർക്കറ്റ് വെച്ച് അച്ഛനെ അവിടെ ഇരുത്തുക. ആ പിന്നെ അമ്മയോട് പറഞ്ഞ് ആധാരത്തിന്റെ കാര്യം ഇന്ന് തന്നെ തീരുമാനിക്കണം. ശരി മോളെ. മിസ്റ്റർ ശിവദാസൻ, ശരിയെന്ന് പറഞ്ഞ് ഒഴിപ്പിക്കളയരുത്. എന്റെ സ്വഭാവം മാറും. ഓ, ഉത്തരവ്. അത് ശരി, കസവുമുണ്ട്, സിൽക്ക് ജുബ. ഇയാളിനി ആരോടും പറയാതെ, ആരെയും അറിയിക്കാതെ രഹസ്യ കല്യാണത്തിന് മറ്റേ ഇറങ്ങിയതാണോ? അതൊന്നും അറിയണമല്ലോ. പ്രകോപിപ്പിച്ച അയാളുടെ മുഖത്തു തന്നെ സത്യം അറിയാം. ഹലോ, ആരോപിച്ചിക്കാൻ കരികൃഷ്ണ. ഹേയ് കരികൃഷ്ണ. ഹലോ അറുകരി. ഈ അസത്ത് പെണ്ണിന്റെ അഹങ്കാരം ഇന്നത്തോടെ തീർക്കണം. നീ എന്താടി എന്നെ വിളിച്ച? ഇതാര്? ഹരിയേട്ടനോ? നീ ഇപ്പൊ എന്താ എന്നെ വിളിച്ചെന്നാ ചോദിച്ചേ?
ഡ്രസ് സ്റ്റൈലായിട്ടുണ്ട് ഹരിയേട്ടാ. എവിടേക്ക് ഇങ്ങനെ മണവാളം ചമഞ്ഞു പോകുന്നേ? നീ ചോദിച്ചതിന് ഉത്തരം പറയടി. നിന്റെ അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട്. ചെകിടത്തോളം വെച്ചെന്നാലുണ്ടല്ലോ. ഈ മാതിരി വർത്താനൊക്കെ അവിടുത്തെ 2 പെങ്കുച്ചുങ്ങളോട് മതി, എന്റെ അടുത്ത് വേണ്ട. പറഞ്ഞാ നീ എന്തോ ചെയ്യും? തിരിച്ചും കിട്ടും, അത്രേ ഉള്ളൂ. ഇത് വെറും പടവലങ്ങയൊന്നുമല്ല. അതൊക്കെ വിട് ഹരിയേട്ടാ. ഇപ്പൊ എവിടേക്കാ മണവാളം ചമഞ്ഞുള്ള പോക്ക്? മറ്റേ കല്യാണ ആലോചന മുടങ്ങിയുണ്ട്. ഇനിയിപ്പോ ആരെയും അറിയിക്കാതെ രഹസ്യ കല്യാണത്തിനുള്ള പോക്കാണോ? ആണെങ്കിലോ? എവിടെയുള്ളതാ പാവം കുട്ടി? കാണണോ നിനക്ക്? ഓ പിന്നെ വേണ്ടേ? എന്നാ പിന്നാലെ വന്നോ. അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിലേ കാണിച്ചു തരാം. ആ എന്നാ കാണിക്കേ, കാണട്ടെ. ആ അതെ, ആ വണ്ടിയുടെ പുറകെ പോ. ചേട്ടാ പോട്ടെ പോട്ടെ. പോയിട്ട് വാ. ചേട്ടാ നിർത്തിയേ. മിസ്സായി പോയി. ചേട്ടാ തിരിച്ചു വാ. അച്ഛാ, അവിടെ ചെന്ന് ക്യാൻ തൂക്കിയെടുത്ത് അകത്ത് കൊണ്ടുപോകുമൊന്നും വേണ്ട. അകത്തുനിന്ന് ആരെങ്കിലും വിളിച്ച് അവരോട് കൊണ്ടുപോകാൻ പറയണേ. ശരി മോളെ. ഇതെന്താ? ആരാ ഇതൊക്കെ? ആരാ? എന്താ കാര്യം? താൻ വലിയ സാമർത്ഥ്യക്കാരനെന്നാണോ തന്റെ വിചാരം? എന്താ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് തനിക്കറിയില്ലേ? താൻ ഇവിടെ വന്നൊരു വാട്ടർ ക്യാൻ കട തുടങ്ങിയപ്പോ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് കരുതി. അപ്പൊ എന്റെ തലേ കയറിട്ടാണോ നിന്റെ കച്ചവടം? അല്ല, ആരുടെ തലേ കയറിയെന്ന് നിങ്ങൾ ഈ പറയുന്നേ? നീ മാറി നിൽക്കണേ. കൊച്ചു പെമ്പിള്ളാരോട് സംസാരിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. നീ ഇതിൽ ഇടപെടണ്ട മോളെ. ഇടപെടണ്ടെന്ന് വെച്ചാ ഇയാളുടെ പ്രശ്നം എന്താ ഇയാള് പറയുന്നില്ലല്ലോ. പ്രശ്നം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചോളാം. എന്താ കാര്യം? ശിവദാസ, എന്റെ ഏരിയയിൽ നീ വെള്ളം സപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. വരട്ടൊക്കെ കയ്യിൽ വെച്ചേക്ക്. ഈ കോർപ്പറേഷനിൽ എവിടെയും വെള്ളം സപ്ലൈ ചെയ്യാനുള്ള പെർമിറ്റ് ഞങ്ങൾക്കുണ്ട്. എന്ന് വെച്ച് ഞാൻ സ്ഥിരമായിട്ട് കൊടുക്കുന്നിടത്ത് നീ കൊടുക്കൂ? ഞങ്ങൾ ആരോടും വെള്ളം വേണോന്ന് ചോദിച്ച് അങ്ങോട്ട് ചെല്ലാറില്ല. ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് വിളിക്കുന്നവർക്ക് എത്തിച്ചു കൊടുക്കും. അവരെന്താ ഞങ്ങളെ വിളിച്ച് ആവശ്യപ്പെടുന്നെന്ന് അറിയോ? നിങ്ങൾ വിളിച്ച സമയത്തിന് കിട്ടില്ല, അതുകൊണ്ട് തന്നെ. തന്റെ മകള് വല്ലാതെ വാചകം അടിക്കുന്നുണ്ട്. ഇവളോട് വാടയ്ക്കാൻ പറ, അല്ലെങ്കിൽ തന്റെ പല്ലായിരിക്കും മണ്ണിൽ വീഴുന്നത്. എന്നെ എന്റെ പിള്ളേരെ ഇതുവരെ അവള് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഓ പിന്നെ, താനും തന്റെ പിള്ളേരെ ഏമാമാരാണല്ലോ ഇവിടുത്തെ. അപ്പൊ തന്തയ്ക്ക് പേടിയുണ്ടല്ലേ? ഇല്ല, ഇത്തരം പ്രൗഢികള് ഒരു പേടിയില്ല എനിക്കും എന്റെ അച്ഛനും. അതൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചാ മതി. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത് അത് പറ. ഞങ്ങളുടെ ഏരിയയിൽ വെള്ളം കൊടുക്കരുത്. ആരെങ്കിലും ആവശ്യപ്പെട്ട എവിടെയാണെങ്കിലും കൊടുത്തിരിക്കും. കൊടുത്ത അതിന്റെ ഫലം നിന്റെ തന്ത അനുഭവിക്കും. അധികം വീമ്പിളക്കല്ലേ. എന്റെ അച്ഛന്റെ ഒരു രോമത്തി തൊട്ട നിങ്ങളുടെ ഈ കിങ്കരന്മാരും ഇവിടുന്ന് 2 കാലിൽ മടങ്ങിപ്പോയില്ല. കേട്ടോടാ ഈ പീക്കിരി പെണ്ണ് പറയുന്നത്. എന്നാ ഒന്ന് തൊട്ടു നോക്കിയാലോ? എടുക്കട കൈ. വിട്ടില്ലെങ്കിൽ വിടാനാ പറഞ്ഞേ. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും?
നീ എന്താടി മോളെ ഈ കാണിച്ചത്? ഏ? ഓർമ്മയുണ്ടോ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അച്ഛൻ എന്നെ കൊണ്ടുപോയി ചേർത്ത കരാട്ടെ ക്ലാസ്? അതിപ്പോ ശരിക്കും പ്രയോജനപ്പെട്ടു. ഓ